നോമ്പുകാല ചിന്ത. 7-ാം ദിവസം. സങ്കീർത്തനം 130:6. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. ഈ വചനങ്ങളിൽ നമുക്ക് നൽകുന്നത് ഒരു പ്രതീക്ഷയാണ്. ദാവീദ് ഹീബ്രു ഭാഷയിൽ എഴുതിയ മനോഹരമായ കവിതയിൽ തൻ്റെ രാജകൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ എത്രയധികം ആകാംക്ഷയോടെയാണ് പ്രഭാതം കാത്തിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ കടും തണുപ്പാണ്, മഞ്ഞാണ്. ഈ അവസരത്തിലും അവനൊരു പ്രഭാതം കാത്തിരിക്കുകയാണ്. സൂര്യൻ ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് ഈ കാവലിൽ നിന്ന് മാറുവാൻ കഴിയുകയുള്ളൂ. രാജകൊട്ടാരത്തിലേക്ക് അന്യരായ ആരും പ്രവേശിക്കരുത്. കള്ളന്മാർ വരാം, ആക്രമണമുണ്ടാകാം. രാജകൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എൻ്റെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കണം. ആത്മാവിന് വന്നിരിക്കുന്ന കേടുകൾ മനസ്സിലാക്കാനായിട്ടാണ് ഈ നോമ്പുകാലം. ഈ നോമ്പ് കാലഘട്ടത്തിൽ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കാനും തിരിച്ചു ചെല്ലാനുമുള്ള വലിയൊരു ആഹ്വാനമാണ് നമുക്ക് തരുന്നത്. ഈ ആഹ്വാനം വെറുതെയല്ല, ഒരു പ്രതീക്ഷയുടെ വിളിയാണ്. ആ വിളിക്കാണ് കാതോർക്കുന്നത്. നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം പൗലോസ്ലീഹ പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ആ വിശ്വാസമാണ്, പ്രതീക്ഷയാണ് എല്ലാവരെയും മുമ്പോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക മാത്രമല്ല, ഒരു വൃക്ഷം എങ്ങനെ ഉയർന്നു വരുന്നുവോ അതുപോലെ എല്ലാവരും ഉണർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആത്മാവ് ഇതിലുപരിയായി കാത്തിരിക്കുകയാണ് ദൈവത്തെ കാണാൻ. എൻ്റെ ആത്മാവ് കർത്താവിനെ കാണാൻ കാത്തിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. നമ്മുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ചെളിയിൽ നിന്നാണ് താമര വെള്ളത്തിനു മുകളിൽ ഉയർന്ന് ശോഭിച്ചു നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, 50 നോമ്പിൻ്റെ 7-ാം ദിവസം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ജ്വലിക്കുന്നത് പ്രഭാതം കാണാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ എൻ്റെ ആത്മാവും അങ്ങയെ കാത്തിരിക്കുന്നു. പാപത്തിൽ നിന്ന് മാറി അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നോമ്പിൻ്റെ അനുഗ്രഹങ്ങളാൽ എല്ലാവരും നിറയട്ടെ. ദൈവമേ, നന്ദി.